നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ ATC ബോർഡിൽ വീണ്ടും ഒരു ഓൾട്രേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാനും അതിന്റെ ഡീറ്റെയിൽസ് പറയാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. അതേപോലെ തന്നെ ഈ ബോർഡിനെ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യണതിന്റെ ഒരു വീഡിയോ ഞാൻ 2 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പുതിയ കൂട്ടുകാരൊക്കെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഐഡിയ കിട്ടും. അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇതിൽ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറയാൻ പോണത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡാണ് ഈ ഒരു ATC BT ബോർഡ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ടോൺ ചേഞ്ച് ചെയ്യാനും അതേപോലെ തന്നെ ഇതിന്റെ ഗെയിൻ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ബോർഡ് തന്നെ കൂട്ടുകാരെ കാണിക്കണേ. നമുക്ക് വലിയ IC വെച്ചിട്ടുള്ള സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മളിവിടെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികൾ നോക്കുന്നുണ്ട്. ശരിയാവാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇന്ന് ഞാൻ പറയാൻ പോണത് ഈ BT ബോർഡിനെ ഒന്നും കൂടി നമ്മൾ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ട്രിബിളൊക്കെ ഒന്നും കൂടി ഷാർപ്പാക്കാനുള്ള മെത്തേഡാണ് എന്ന് നമ്മൾ പറയാൻ പോണത്. അതേപോലെ തന്നെ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ BT ബോർഡിൽ നമുക്ക് 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള BT ബോർഡാണ്. അപ്പൊ ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് BC 547 548 അപ്പൊ ഇതിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BC 548 എൻ്റെ ഒരു സജഷൻ. നല്ല പോലെ തന്നെ നമുക്ക് ട്രിബിളും ബേസും ഒക്കെ ഏകദേശം ഈക്വലായി നിൽക്കുന്നത് BC 548 547 ബേസ് കുറച്ച് കുറവായിരിക്കും. അപ്പൊ 548 ഏറ്റവും ബെറ്റർ. പിന്നെ ഇതില് നമ്മളിപ്പോ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എമിറ്ററിൽ നിന്ന് ഒരു 1K റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇത് ചില സർക്യൂട്ടിൽ ഉണ്ടാവില്ല, ചില സർക്യൂട്ടിൽ ഉണ്ടാവും. ഇൻ കേസ് ഇല്ലാത്ത സർക്യൂട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BC 548 എമിറ്ററിൽ നിന്ന് ഒരു 1K റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ട്രിബിള് ബൂസ്റ്റപ്പ് ആവും. അത് ഒരു സൈഡിൽ മാത്രമല്ല ചെയ്യേണ്ടത്, 2 സൈഡിലും ചെയ്യണം. നമ്മൾ ഇവിടെ ചെയ്ത എന്താണോ അത് തന്നെ ഇവിടെയും ചെയ്യണം. ഈ സർക്യൂട്ടിൽ അതിവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ പറഞ്ഞാണ് ഈ 1K എന്ന് പറഞ്ഞാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ വാല്യൂ. ഇതിന്റെ എമിറ്ററിൽ നിന്ന് നേരെ 1K റെസിസ്റ്റർ ഇട്ടിട്ട് ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ ട്രിബിൾ ബൂസ്റ്റപ്പ് ആവും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇല്ലാത്ത സർക്യൂട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതിൽ വീണ്ടും ഓൾട്രേഷൻ കൂടി ഉണ്ട്. ഈ 1K റെസിസ്റ്ററിന്റെ മുകളിൽ നമ്മളൊരു 473 PF 473 ഗ്രീനോ അല്ലെങ്കിൽ ബോക്സോ ഏത് വേണമെങ്കിലും കൂട്ടുകാർക്ക് ഉപയോഗിക്കാം. ആ ഒരു കപ്പാസിറ്ററും കൂടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ട്രിബിൾ ബൂസ്റ്റപ്പ് ആവുന്നതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഡീറ്റെയിൽസ് ഒന്നും കൂടി ക്ലാരിറ്റിയോട് കൂടി തന്നെ പുറത്തേക്ക് വരുന്നത് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ 1-2 കാര്യം കൂടി പറയാം. ഇതിൽ നമ്മൾ ട്രിബിളിന്റെ സൈഡിൽ നമ്മൾ 100Kയും ബേസിന്റെ സൈഡിൽ നമ്മൾ 47Kയും കൺട്രോളാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിൽ 222 272 332 472 ഈ കപ്പാസിറ്ററുകളൊക്കെ തന്നെ നമുക്ക് ട്രിബിളിന്റെ സൈഡിൽ യൂസ് ചെയ്യാം. പിന്നെ ഈ സെറാമിക് ടൈപ്പ് ഉപയോഗിക്കാം, PF ടൈപ്പ് ഉപയോഗിക്കാം, ഗ്രീൻ പോളിസ്റ്റർ ടൈപ്പ് ഉപയോഗിക്കാം, ബോക്സ് ടൈപ്പ് ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെ ഔട്ട്പുട്ടിൽ മാറ്റം ഉണ്ടാവും. ട്രിബിളിന്റെ ക്രിസ്പിനെസ്സും ഷാർപ്നെസ്സും ഒക്കെ ചേഞ്ച് ആവും. ഇപ്പൊ നമുക്ക് ഈ ട്രിബിൾ 2 തന്നെ നല്ല ട്രിബിൾ കിട്ടും. അത് നമ്മൾ ബോക്സിൽ ഉപയോഗിക്കുമ്പോൾ വേറെ ടൈപ്പ് ട്രിബിളാണ്, ഗ്രീൻ പോളിസ്റ്ററിൽ ഉപയോഗിക്കുമ്പോൾ വേറെ ടൈപ്പ് ട്രിബിളാണ്. അതേപോലെ തന്നെ ഈ PF ഉപയോഗിക്കുമ്പോഴും ഈ സെറാമിക് ടൈപ്പ് ഈ PF ടൈപ്പിൽ ഉപയോഗിക്കുമ്പോഴും അതേപോലത്തെ ഒരു വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബേസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ബേസ് കട്ട് ചെയ്യാനായിട്ട് ഒരു PF ബോർഡ് ഉപയോഗിക്കും. അത് കോമൺ എല്ലാവരും ഉപയോഗിക്കണത് നോർമൽ നമ്മൾ ഈ ബോർഡ് മേടിക്കുമ്പോൾ കിട്ടണത് തന്നെ 403 അപ്പൊ ഇതിനകത്ത് നമുക്ക് 103 223 333 473 ഇത്രയും വാല്യൂസ് നമുക്ക് ബേസ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഈ പറഞ്ഞ വാല്യൂസുകളൊക്കെ ഇട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ബേസിന്റെ ഡെപ്തും അതേപോലെ തന്നെ പതർച്ചയും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കൂട്ടുകാർ അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതേപോലെ തന്നെ ഇതില് ഫിൽട്ടർ ചെയ്യണ കപ്പാസിറ്റർ ഇവിടെ വന്നിട്ട് 4.7 നമുക്ക് 16 വോൾട്ട് 25 വോൾട്ട് 63 വോൾട്ട്
അത്രയും വോൾട്ട് വരെയുള്ളത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ അടുത്തൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 MUF 63 വോൾട്ട് വരയ്ക്കും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഈ 4 കപ്പാസിറ്റർ ആണ് പറഞ്ഞത്. ഈ സെൻറ്ററിൽ വരുന്ന 4 കപ്പാസിറ്റർ ഇതേപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഷോക്കായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഔട്ട്പുട്ട് വരില്ല. നല്ല ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാൽ മാത്രമാണ് ഈ പറഞ്ഞ ഓഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഷാർപ്പായിട്ട് പുറത്തേക്ക് വരാം. അല്ലാന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലത്തെ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ മാക്സിമം നല്ല ട്രാൻസിസ്റ്റർ മേടിച്ചിടുക. പിന്നെ ഇതിൽ നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൊടുക്കണ വോൾട്ടേജിന്റെ സപ്ലൈ ഇൻപുട്ടിൽ വരുന്ന കപ്പാസിറ്റർ അത്യാവശ്യം ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നോർമലി 125 കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 220/16 മിനിമം കൊടുക്കാൻ ശ്രമിക്കുക. എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 470/25 എൻ്റെ ഒരു സജഷൻ. അല്ലാന്നുണ്ടെങ്കിൽ 1016 ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ ബോർഡിൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാറില്ല. കാരണം നല്ലപോലെ ബേസ് ഒക്കെ എടുക്കണ നേരത്ത് ചെറിയൊരു ഇരുത്തം വരാറുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വാല്യൂ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് 470/25 1016 അല്ലെങ്കിൽ 1025 എൻ്റെ ഒരു സജഷൻ വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ ഈ ബോർഡിൽ വരുന്ന മോഡിഫിക്കേഷൻ. അതായത് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോഡിഫിക്കേഷനാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കൂട്ടുകാർ അഭിപ്രായം പറയാം. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് മിഡ് ആഡ് ചെയ്യണത് എങ്ങനെയാന്നുള്ളത് ഞാൻ വേറെ വീഡിയോ വഴി ചെയ്യാം. അതേപോലെ തന്നെ ഇനി മാർക്കറ്റിൽ ഒരുപാട് പേര് യൂസ് ചെയ്യണതാണ് ഒരു കോമൺ ബഫർ ബോർഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് അതിന്റെ കാര്യം 1-2 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഓൾട്രേഷൻ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതായത് ഇതിലെങ്ങനെയാണ് ഇതിന്റെ ഗെയിന് ഓൾട്ടർ ചെയ്യണ്ടെന്നുള്ളത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. അതേപോലെ തന്നെ ഇതിന്റെ പവർ സപ്ലൈ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഇട്ട് തരാം. പിന്നെ ഇതിൽ നമുക്ക് പവർ സപ്ലൈ വന്നിട്ട് നമുക്ക് ഇവിടെ 33 ohms 22 ohms റെസിസ്റ്റർ ഒക്കെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ 2K to 1K റെസിസ്റ്റർ ഒക്കെ തന്നെ ഉപയോഗിക്കാം. ഇതിലിപ്പോൾ നമുക്ക് സപ്ലൈ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെനർ ഇട്ട് കട്ട് ചെയ്ത് നമുക്കിപ്പോൾ 24 വോൾട്ടൊക്കെ റേഞ്ച് വരാണെങ്കിൽ ഒരു സെനർ ഇട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം. യാതൊരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് കൂട്ടുകാരെ ഇന്നിപ്പോൾ ഈ ബോർഡിനെ പറ്റി പറയാനുള്ളത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്.